ഹേ ഗായ്സ്, അപ്പം ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടിരിക്കുകയാണ്. പടം മെനിങ്ങാന്ന് കണ്ടു, ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. പടം ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല പടത്തിൽ നിന്ന്. ഒരു ഓക്കെ പടം അത്ര ഇതെനിക്ക് പറയാൻ പറ്റുള്ളൂ. സൂപ്പർമാനിന് കണ്ട ഒരു കുറച്ച് ക്ഷീണമൊക്കെ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കാൻ പറ്റി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം. ഇതിലത്തെ ഡയറക്ടർ മാറ്റ് ഷാക്മാൻ ഷക്മാൻ പുള്ളി ഓൾറെഡി കുറേ ടെലിവിഷൻ സീരീസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അത് തന്നെയാണ് ഇതിൽ ഓവറോൾ ഫാമിലി ഡ്രാമ തന്നെയാണ് മോർ ഓവർ ഇതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ സീക്വൻസ് എന്ന് പറയാനായിട്ട് ആദ്യം ഒരു 2-3 മിനിറ്റ് ഇവരുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് എന്താണെന്ന് കാണിക്കാനായിട്ട് കുറച്ചൊരു 3 മിനിറ്റ് സംഭവം കാണിക്കും. പിന്നെ അവസാനം കുറച്ച് ഫൈറ്റ് സീൻ, ഇത്രയേ ഉള്ളൂ ഫൈറ്റ് സീനായിട്ട്. ബാക്കി ഒറ്റ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ സംഭവം തന്നെയാണ്. ഇങ്ങനെ ഇമോഷൻസ് കാണിച്ച് വെറുപ്പീരൊന്നുമില്ല. ഇങ്ങനെ ഫാമിലി സംഭവങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ വില്ലൻ ഗലാക്ടസിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ ഒരു ഓറയുണ്ട്, അത് പിന്നെ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടത്തില്ല. പിന്നെ അങ്ങ് പട്ടിയായി കളഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗലാക്ടസിന്. ഗലാക്ടസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല സൈസ്. അത് 2005 ഫസ്റ്റ് ഇറങ്ങി പഴയ ഫണ്ടാസ്റ്റിക് ഫോർ. അത് നമ്മുടെ ടീം സ്റ്റോറി എടുത്തിട്ട് ഫണ്ടാസ്റ്റിക് ഫോർ, അതൊക്കെ സെറ്റ് സാധനമാണ്. അതിൽ സെക്കൻഡ് പാർട്ടുണ്ട്, റൈസ് ഓഫ് ദി സിൽവർ സർഫർ ഫണ്ടാസ്റ്റിക് ഫോർ. അത് ഊട്ട സാധനം. അതിൽ ഗലാക്ടസിനെ കാണിക്കും. ഇത്ര രൂപമൊന്നും കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് എങ്ങനെ ഇരിക്കുമെന്നെങ്കിലും അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഭീകരമായ സാധനമാണ്. എർത്തിനെയൊക്കെ ചുമ്മാ മിഴുകുന്ന സാധനമാണ്. ഇത് ഭൂമിയിൽ വന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ വന്ന് കളിച്ചിട്ട് പോകുന്നത്. പക്ഷേ അതിൽ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയില്ല. ഒരു വില്ലനെ കാണിക്കുമ്പോൾ ഒരു ഒരു ഫീലും, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീൻ ആകുമ്പോൾ വില്ലന് ഒരു പവർ കൊടുക്കണം. ഇത് വില്ലനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂനെ കൊണ്ട് പറ്റും, പക്ഷെ ഡിഫീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല സൂനെ കൊണ്ട്. അത് കുറച്ച് ഭയങ്കര ഷോക്കായി പോയെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാം. അത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പരിപാടി. ടീം സ്റ്റോറിയൊക്കെ എടുത്ത സാധനം, ആ വണ്ട സ്കോർ എനിക്ക് ഇപ്പോഴും ഒരുപാട്, അതിപ്പം ടി വിയിൽ വന്നാലും ഞാൻ ഇപ്പോഴും ഓൺലൈനിലേക്ക് എടുത്താൽ ഞാൻ സിനിമയിൽ കാണാൻ സമയം പോകും. അത് കിടിലം പടം. അത് എടുത്തിരിക്കുന്ന രീതി ആയാലും ആ ഒരു ഇമ്പോർട്ടൻസ്, ക്യാരക്ടേഴ്സിനോട് ഇമ്പോർട്ടൻസ്, അതിലും ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടെ തുടങ്ങി അവിടെ തിരി. ഇത് അവിടെ തുടങ്ങിയാൽ ഇങ്ങനെ കൊളുത്തിക്കൊണ്ട് പോവും ഈ ഇമോഷൻ സാധനം. വെറുപ്പീരെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു പരിധി വരെയൊക്കെയാണ്. ഇതിലും മറ്റേ പ്രസംഗമുണ്ട്, കഥാപ്രസംഗങ്ങൾ ഇതിലും കഥാപ്രസംഗം ഇതിനകത്തുണ്ട്. എല്ലാ മാർവൽ സിനിമയിൽ റൂസോ ബ്രദേഴ്സ് ചെയ്യാത്ത എല്ലാ മാർവൽ ഫിലിംസിലും കഥാപ്രസംഗങ്ങൾ നിരവേദി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലും ഒരു സൂസൻ്റെ ഒരു കഥാപ്രസംഗമുണ്ട്, കലി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു അവസാനം വലിയൊരു പ്രഡിക്റ്റബിൾ സീന കൊണ്ട് വരുന്നുണ്ട് ക്ലൈമാക്സിൽ. അത് ഭയങ്കര ഷോ. അത് നമുക്ക് അറിയാം ഇങ്ങനെ സംഭവിക്കുന്നു, ഏത് പൊട്ടാനും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ് അവസാനമൊക്കെ. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അടിപൊളി. ഡോക്ടർ ഡൂമിനെ കാണിക്കുന്ന സീൻ ഒരു രക്ഷയില്ല. നിങ്ങളെല്ലാവരും ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും വഴി. അത് ഊക്ക സാധനം വരുന്നു. അത് ഇത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സീൻ വന്നപ്പോൾ മാത്രമാണ് തിയേറ്റർ മൊത്തം ഒന്ന് ഇളകിയത് സത്യം പറയാം. റോബർട്ട് ഡൗണി കണ്ടിട്ട് എത്ര വർഷമായി? ആ അയൺമാനിൽ കണ്ടതാണ്. ഇപ്പതാ ഇതിൽ ഡോക്ടർ ഡൂമിലൊക്കെ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ആരായാലും ഒന്ന് ഇളവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴാണ് തിയേറ്റർ ഒന്ന് ഇളകി മാറുന്നത് സത്യം പറയാം. അവസാനത്തെ പോസ്റ്റ് സീൻ അത് വെറും വേസ്റ്റാണ്. പക്ഷേ ഇത് നൈസ്. ആ ഒരു ഓറ. ഇനി അടുത്ത ഡൂംസ്ഡേക്കാണ് ഇനി അടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് റൂസോ ബ്രദേഴ്സിനെ ഇപ്പോൾ ഇനി അടുത്ത റൂസോ ബ്രദേഴ്സ് കാണിക്കും ഉറപ്പായിട്ടും എങ്ങനെയാണ് അവഞ്ചേഴ്സ് എടുക്കേണ്ടത്, അവരുടെയൊക്കെ പവർ എത്രത്തോളമാണ്, എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണം, എത്രമാത്രം ഒരു പവർഫുൾ ഉണ്ടെന്നുള്ള കാര്യം റൂസോ ബ്രദേഴ്സ് വ്യക്തമാണ്. താനോസിനൊക്കെ പപ്പയുടെ ചൂസും, താനോസിനെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്നുള്ള കാര്യങ്ങളും പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് റൂസോ ബ്രദേഴ്സ് കാണിച്ചിട്ടുണ്ട്. താനോസ് എന്ന വില്ലിനെ ഒരിക്കലും മറക്കാത്ത രീതിയിലാണ് റൂസോ ബ്രദേഴ്സ് കാണിച്ചു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡൂംസ്ഡേക്കും നല്ലൊരു കിടില സാധനം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെ ഞാൻ പറയുകയാണ്. പടം എനിക്കൊട്ടും വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ചുമ്മാ കാണാം. അല്ലാതെ മാർവൽ എന്ന് പറയാനായിട്ടുള്ളതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പടത്തിൽ. എനിക്ക് ക്യാരക്ടേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയാണ് കേട്ടോ. മറ്റേ പെഡ്രിയോ, പിന്നെ വെന്നിസ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എബോൺ മോസ്, ബെൻ എന്നൊക്കെ പറഞ്ഞാൽ ബെന്നെ നമുക്ക് മൊത്തം ഒരു ആനിമയാണ്. പക്ഷേ 2005 സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് സാധനമാണ്. പക്ഷെ ഇത് ഊക്കം സാധനമാണ്. മേക്കപ്പ് ആണെങ്കിൽ കിടിലം സാധനം. അതൊക്കെ വർക്കൗട്ടായി.
അവിടെ ആ ഒരു ബോണ്ടിങ് എപ്പോഴും ജോണിയും ബെന്നും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കും തമാശയ്ക്ക്. അതൊന്നും ഇതിൽ വലിയിട്ട് വന്നിട്ടൊന്നുമില്ല. അതിൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുറേ ഡിഫോൾട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു കോമിക്സ് ഒക്കെ അതിൻ്റെ ഒരു കോമിക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാർട്ടൂൺ. അടിപൊളി സാധനമാണ്. അതിൽ ഒന്നുമില്ല, ഫൈറ്റ് സീനൊക്കെ ഇതിലൊന്നും നോക്കുമ്പോൾ വെറും വാപ്പിളി സാധനമാണ്. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയാനില്ല. ബൈ.